ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമാണോ? ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫാമിലി വ്ളോഗാണ്. ലൈഫിലെന്നും പിന്നെ ഓർമ്മയിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാര്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പം മാസം ഏകദേശം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കോൾ വന്നു, പെട്ടെന്ന് വരണം, ഇതുപോലെ ബ്ലീഡിങ് കുറച്ച് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാണാം. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ എന്താണ് വൈഫിന് പെയിൻ വന്നു. ഇവിടെ ഉണ്ടായിരുന്നു 2 ദിവസം കൊണ്ട്. ഉറക്കമൊന്നും ശരിയാവുന്നില്ല. ചെറിയ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് വന്നതാണ്. ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ വിടത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോയി. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ് മാനേജറുടെ അടുത്ത് സംസാരിച്ചപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു. 2ാമത്തെ ട്രിപ്പ് എടുത്തില്ല. നീ വൈഫിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് കാറിലിങ് എത്തി. അപ്പോഴത്തേക്കും ലേബർ സൂട്ടിലോട്ട് മാറ്റി. ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്ത പെയിൻ വരുന്ന സമയത്ത് പെയിൻ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. അല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ കാശിക്കുട്ടൻ്റെ പിന്നെ ഡെലിവറി സമയത്ത് ഞാൻ യൂറോപ്പിലായിരുന്നു. റെസിഡൻസ് കാർഡൊക്കെ കിട്ടാൻ ലേറ്റായി. വിസയൊക്കെ തീർന്നത് കൊണ്ട് പിന്നെ അവനൊരു 1.25 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞാൻ നാട്ടിൽ ആദ്യമായിട്ട് അവനെ കാണുന്ന മോനെ. അപ്പോൾ 2ാമത്തെ ഒരു കുഞ്ഞിനെ കൂടെ ദൈവം എന്താ പറയുക തരാൻ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്താ പറയുക ഇങ്ങനെ കൂടെ നിൽക്കാൻ പറ്റി. കഴിക്കാനുള്ള ഫുഡൊക്കെയാണ്. സാൻഡ്വിച്ച്, പിന്നെ കോഫി ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ, പാല് എല്ലാം ഉണ്ട്. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഇതാണ് ഈ റൂമിൻ്റെ അകം. ലേബർ സ്യൂട്ടാണ്. ഇതാണ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം കൊണ്ട് കിടത്തുന്ന റെസിസ്റ്റർ. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്, കുഞ്ഞിന് ചൂട് കിട്ടാനായിട്ട്. മുകളിലൊക്കെ നല്ല ആകാശം, നീലക്കടൽ, പച്ചപ്പൂ. പ്രസവത്തിൻ്റെ മുന്നേ തന്നെ എല്ലാം പെട്ടിയും ബാഗും എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കും. നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ ഒക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എളുപ്പത്തിന് എടുക്കാനായിട്ട്. അതുപോലെ മിഡ് വൈഫ് എന്ന് പറയും. അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ വീടൊക്കെ വിസിറ്റ് ചെയ്യും. കുഞ്ഞിൻ്റെ തൊട്ടിൽ കാര്യങ്ങൾ, അത് ഇത് അങ്ങനെയൊക്കെയുള്ള നല്ല റൂൾസൊക്കെയാണ്. എപ്പിഡ്യൂറൽ അതൊക്കെ കഴിഞ്ഞു. വാട്ടർ ബ്രേക്ക് ചെയ്തു. ഇവിടും സ്ഥിരം ഈ ഒരു സെയിം ഡ്യൂട്ടിയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ എമർജൻസി ICUവിലാണ്, നേഴ്സാണ്. അതുകൊണ്ട് ജോലി ചെയ്യണ സെയിം സ്ഥലം തന്നെ ആയതുകൊണ്ട് മിക്കുള്ളവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സ്റ്റാഫോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഈക്വലാണ് ഇവിടെ. അങ്ങനെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. സുഖപ്രസവമായിരുന്നു. അങ്ങനെ ദൈവം നമുക്കൊരു പൊന്നോമന മോളെ കൊടുത്ത് തന്നിരിക്കുകയാണ്. 2ആളും സുഖമായിട്ട് കിടക്കുന്നു. പിന്നെ നമുക്കിവിടെ വീഡിയോ എടുക്കാം, ഡെലിവറി ലൈവായിട്ട് ഹസ്ബൻഡിന് കൂടെ നിന്ന് കാണാം. എന്താ പറയുക, എൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. സത്യത്തിൽ എല്ലാ ആണുങ്ങളും ഇതൊക്കെ അറിയണം, കാണണം. കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ? ഇന്നലെ രാത്രി എന്തൊരു സ്നേഹമായിരുന്നു. ഞാൻ വിചാരിച്ച സത്യമായിരിക്കും. ഒരു മൈൻഡും ഇല്ല. കൊച്ചിന്റെ മൂട്ടിൽ നിന്ന് മാറൂല. എല്ലാം എന്താ തോന്നല. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, കഴുകി. എനിക്ക് ഫുഡ് തരണമെന്ന് പോലും വിചാരില്ലാത്ത മനുഷ്യൻ. അത് പിന്നെ നീ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളു. സംവിധാനം, രചനയും സംവിധാനം, തിരക്കഥയൊക്കെ ഞാനാ. നമ്മള് കാശി വീട്ടിൽ പോയി ഫ്രഷായി. കാശിയും വൈഫിൻ്റെ അമ്മയും കൊണ്ട് മോളെ കാണാനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടെ പോണു കാശി? ഹോസ്പിറ്റലിൽ കയറാൻ പോണ. എന്തിനു പോണു ഹോസ്പിറ്റലില്? ആരുടെ വാവ? കാശിയുടെ വാവ. വാവയുടെ പേരെന്താണ്? വാവയെ കാണാൻ, അനിയത്തിയെ കാണാൻ സർപ്രൈസ് ആയിട്ട് പോവാണ് ഹോസ്പിറ്റലിൽ. ലേബർ സ്യൂട്ട്.
ഇവിടെ തന്നെ വാ വാ സർപ്രൈസ്. സർപ്രൈസ് ആണോ മോള്? കുക്കു കാശിക്കൂട്ട സർപ്രൈസ് ആണോ നമ്മൾ ഇങ്ങനെ കണ്ണും പൊത്തിക്കൊണ്ട്? കാണിച്ചത് കാണിച്ചത് എന്തൊരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു. എന്നിട്ട് നോക്കാം. അമ്മ കാണിച്ചു തരും, കാണിച്ചു തരും. കാശിയുടെ സിസ്റ്ററാണ്. ചോറ്, ചാളക്കറി, പിന്നെ കോഫി, ചൂടുവെള്ളം. അപ്പം ഡേ 4 ഇന്നായിരുന്നു ഡെലിവറി. അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കാശിക്കുട്ടനെയും വൈഫിൻ്റെ അമ്മയും കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിച്ചു. അവർ തിരിച്ചു വിട്ടു. വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നു, അത് കഴിക്കുക. ഇവിടുത്തെ ഫുഡുണ്ട്. അവർ ഈ ഡിന്നറും കാര്യങ്ങളൊക്കെ കുറേ നേരത്തെ തരും. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അത് കഴിച്ചാൽ നമുക്ക് വിശക്കും പിന്നീട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന മുട്ട പൊരിച്ചത്, ചൂരക്കറി, ചീരത്തോരൻ, അതൊക്കെ ഉണ്ട്. അപ്പുറത്തെ റൂമിലൊക്കെ ഫുള്ള് കുഞ്ഞുങ്ങൾ കരയുക കേട്ടോ. നമ്മുടെ കുഞ്ഞു മോൾ ഉറക്കത്തിലാണ്. രാത്രി മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. ഇന്ന് ഫസ്റ്റ് നൈറ്റാണ് മോളൂസിൻ്റെ. നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിട്ടുണ്ട്. സാൻഡ്വിച്ച്, മിൽക്ക്, ചായ ഉണ്ടാക്കാനായിട്ട് ഗ്ലാസ്, ചൂടുവെള്ളം എല്ലാം ഉണ്ട്. എടുക്കട്ടെ ചായ? ഓക്കെ. അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി. 4 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. വീട്ടിൽ പോവാണ്. മക്കളെയും കൊണ്ട് ആദ്യമായിട്ട് മോള് വെളിച്ചം കാണാൻ പോവുകയാണ്. കാർ സീറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച്, ഇവിടെ കാർ സീറ്റൊക്കെ ഉണ്ടെങ്കിലേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഇത് കാണിക്കണം. അപ്പോൾ വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്കുള്ള കാശിയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നോക്കാം. കാശി വാവാ, കാശിയുടെ അനിയത്തി വന്നു ഗിഫ്റ്റ് ആയിട്ട്. കാശിക്ക് ഗിഫ്റ്റ് ആയിട്ടാ വന്നത്. കാശി ഗിഫ്റ്റ്. കാശി വാവ വാങ്ങിച്ച ഗിഫ്റ്റ്. നോക്ക് വാവയ്ക്ക് കൊടുക്ക്. വാവ ഉമ്മോട്. മതി. വാ നമുക്ക് സർപ്രൈസ് കാണിച്ചു കൊടുക്കാം അമ്മയ്ക്ക്. അമ്മയ്ക്ക് സർപ്രൈസ് കാണിച്ചു കൊടുക്കാം. ഇടയ്ക്ക് കാർ സീറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാനും കാശിയും കൂടെ ചെറിയ അലങ്കാരപ്പണികളൊക്കെ നടത്തിയായിരുന്നു. നമ്മുടെ മോളൂസ് വരുന്ന ദിവസമല്ലേ. കാശി വാ, സർപ്രൈസ് കൊടുക്കാം നമുക്ക്. സർപ്രൈസ്, വെൽക്കം ഹോം. തുറന്നുതരാം. അങ്ങനെ നമ്മുടെ
വാഗ്മി മോൾ വീടെത്തിയിരിക്കുകയാണ്. കാശിക്കുട്ടൻ്റെ അലങ്കോല പണികളൊക്കെയാണിത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയിലാണ്, സന്തോഷത്തിലാണ്. കാശിക്കുട്ടൻ ബിഗ് ബ്രദറായ സന്തോഷത്തിലാണ്. പിന്നെ നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. ദൈവാനുഗ്രഹത്താൽ അമ്മയും മോളും എല്ലാം സുഖമായിരിക്കുന്നു. പിന്നെ ചെറിയ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം എന്താ പറയുക ഓക്കെ ആയി ദൈവാനുഗ്രഹത്താൽ. പിന്നെ ട്രീറ്റ്മെൻ്റ് എല്ലാം നന്നായിരുന്നു. ഇവിടെ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്രീ ആണ്. ഡെലിവറി എല്ലാം നമുക്ക് ഒരു കാശും ചിലവാക്കേണ്ടി വന്നില്ല. പിന്നെ എന്താ പറയുക, മകളുടെ പേര് വാഗ്മി രഞ്ജിത്ത് എന്നാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.